എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയുള്ളൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഇത്. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സർപ്രൈസ്. എൻ്റെ ബർത്ത്ഡേക്ക് എണ്ണ വരാൻ പറ്റില്ല, സാറ്റർഡേ സൺഡേ ഞാൻ ഇറങ്ങുള്ളൂ, നമുക്ക് അന്ന് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ വന്നിട്ട്, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മൂപ്പര് വേണം എന്നുള്ളത്. പക്ഷെ വരാൻ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആഗ്രഹം ഉപേക്ഷിച്ചു. എന്തോ ആവശ്യത്തിന് താഴെ ഇറങ്ങി വന്ന് റൂം തുറന്നു നോക്കിയപ്പോൾ അതാ നിൽക്കുന്ന ഒരു ബാഗും പൊതിയൊക്കെ പിടിച്ചിട്ട് ഒരാൾ. ഞാൻ വണ്ടടിച്ചു പോയി. അമ്മയും അനിയനും അച്ഛനൊക്കെ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. എന്നോട് അച്ഛൻ തലേ ദിവസം പറഞ്ഞു, നാളെ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ ഇച്ചിരി വൃത്തിയിലൊക്കെ നിൽക്കണം ഈവനിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ശരി പറഞ്ഞു. ഫ്രണ്ടിന് 8 മണി 9 മണി 10 മണി 11 മണിയായിട്ട് ഒന്നും കാണാനില്ല. അപ്പം ഞാൻ പോയി ചൂടാവുന്നുണ്ട്, എനിക്ക് വിശന്നിട്ട് എപ്പോഴാണ് അച്ഛൻ്റെ ഫ്രണ്ട് വരിക എന്നുള്ളതൊക്കെ. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ എന്നെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഏട്ടൻ വരുന്ന ഒറ്റ ഐഡിയ ഇല്ല, കാരണം ഓൾറെഡി പറഞ്ഞല്ലോ ശനിയാഴ്ച വരും എന്നുള്ളത്. പിന്നെ ഓൾറെഡി 7 മണി വരെ ഏട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. ഏട്ടൻ കോയമ്പത്തൂരിൽ രാത്രി ബൈക്ക് ഓടിച്ച് ട്രാവൽ ചെയ്ത് വന്നതാണെങ്കിൽ ഈ സമയത്തായി എനിക്ക് ശരിക്കും വിഷമമായിട്ടും. പണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ അത്ര വലിപ്പമുള്ളൊരു ടെഡി ബിയറിനെ കൊണ്ടുവന്ന് തരണമെന്ന് അതെപ്പോഴോ ആലോചിച്ചിട്ട് എടുത്ത് വന്നതാണ്. ഭയങ്കര വണ്ടടിച്ച് പോയി. ഞാൻ ഒരു കുഞ്ഞ് കേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ അതിനായിട്ട് കട്ട് ചെയ്തു. ഹാപ്പി ആയിരുന്നു ഞാൻ. എനിക്ക് നാണക്കേട് ഒന്നാമത് പെട്ടെന്ന് എന്തോ വന്ന് അങ്ങനെ എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഏട്ടൻ സാറ്റർഡേ ഒന്നുകൂടി വന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളൊരു കേക്ക് കൂടി കട്ട് ചെയ്ത് ഒന്ന് പുറത്തൊക്കെ പോയി അടിച്ചു